ഇന്നിപ്പോൾ ഞായറാഴ്ച 4 മണിയായിട്ടുണ്ട് പുലർച്ചെ. അപ്പോൾ ഞാൻ 4 മണിക്ക് എണീറ്റിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയാക്കാൻ നോക്കുകയാണേ. ഇന്ന് നമുക്ക് കല്യാണം ഉണ്ട്, പിന്നെ ചേട്ടൻ വരുന്നുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടെന്ന്. അപ്പോൾ ചേട്ടൻ വരുന്ന കാരണമാണ് ഞാൻ ഈ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലി റെഡിയാക്കാൻ ഞാൻ വെച്ചേ. എന്നിട്ട് ഇന്നലെ ഇട്ട മൈലാഞ്ചിയാണ് കേട്ടോ. ഞാൻ ഉള്ളം കയ്യിൽ ഇട്ടിട്ടില്ല, പുറത്ത് മാത്രമേ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു നെയിൽ പോളിഷ് അടിച്ചു കൊടുത്തു. അതിന് ശേഷം എന്താ അടിച്ചു വരാൻ നോക്കണേ. നമുക്ക് വിളക്ക് വയ്ക്കണമല്ലോ നമ്മുടെ കൃഷ്ണന്. അപ്പോൾ അടിച്ചു വരാൻ നോക്കണേ. അടിച്ചു വാരിയിട്ട് ഒന്ന് തുടയ്ക്കും കൂടെ വേണം. ചേട്ടനാണെങ്കിൽ 5:30 എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 5:30 കഴിഞ്ഞ് 6 മണിയായപ്പോൾ എനിക്ക് ടെൻഷനായിട്ടോ. വിളി വരാണ്ട് കൊണ്ടുവരാൻ പോയ ഡ്രൈവറാണെങ്കിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ചേച്ചി ചേട്ടനെ കാണാനില്ലല്ലോ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. അത് കഴിഞ്ഞൊരു 6:30 വരെയൊക്കെ ഞാൻ ക്ഷമിച്ചു. പിന്നെയും ഒരു റെസ്പോണ്ട് ഒന്നുമില്ല ചേട്ടൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എത്തി. 8:45 പോകണമല്ലോ, 8 മണിയായി. ഇപ്പോൾ എത്തിയിട്ടാ. വേഗം തന്നെ കുളിച്ച് ഭക്ഷണം കഴിച്ച് ചേട്ടനും റെഡി, ഞാനും റെഡിയായി. അപ്പോൾ ഇത് ഈ കുറച്ച് പോസുകളൊക്കെ എനിക്കൊരു കോൺടെസ്റ്റ് ഉണ്ട്, ഷീമാട്ടിയുടെ കോൺടെസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത കുറച്ച് ഫോട്ടോകളാണ് കേട്ടോ. പിന്നെ പാറൂസും കുഞ്ഞുഞ്ഞും ഞാനും ചേട്ടനും അമ്മയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പിന്നിൽ ബസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കയറിയിരിക്കണം. അതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇതേപോലത്തെ നല്ല നല്ല ഫോട്ടോസെല്ലാം നമുക്ക് കാണാനായിട്ട് യാത്രയ്ക്ക് നല്ല സുന്ദരികളൊക്കെ ആയിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം. എനിക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിത് പിന്നിലത്തെ സീറ്റിൽ ഞങ്ങൾ 5 പേരും കൂടെ സെറ്റായി. ഇനിയിപ്പോൾ ഇതിലൊരാളെയും കൂടെ ഇരുത്താനായിട്ടുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണേ. പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. 10:30ക്കും 11:30ക്കും ഇടയിലായിരുന്നു കേട്ടോ മുഹൂർത്തം. അപ്പോൾ കൊടുങ്ങല്ലൂരായിരുന്നു കല്യാണം. ഞങ്ങളിതാ ബസ്സിൽ പാട്ടൊക്കെ വെച്ച് കുഞ്ഞി വാവകളൊക്കെ ഡാൻസ് കളിക്കുകയാണ്. പാറൂസും സൈഡിൽ നിന്ന് തുള്ളണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഡാൻസ് കളിച്ച് പോവാണ്. അധികം ബ്ലോക്കിലൊന്നും പെടാണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. എന്നിട്ടിതാ കെട്ടിൻ്റെ സമയമാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഞങ്ങൾക്ക് അടുത്ത് നിന്ന് കെട്ട് കാണാനുള്ള ഇതൊന്നും കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് നിന്ന് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഫോണൊക്കെ പൊക്കി പിടിച്ച് അങ്ങനെ സൂം ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ കല്യാണത്തിൻ്റെ കെട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റണേ. നേരിട്ട് നോക്കണേക്കാളും ഈ ഫോണിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അകലെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വേഗം ഹാളിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് അപ്പോഴേക്കും വെള്ളമൊക്കെ ദാഹിച്ച് ഒരുവിധം അന്ന് അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹാളിലേക്ക് വേഗം നടന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഹാളിലേക്ക്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നടന്ന് ഹാളിൽ പോയി. അപ്പോൾ അത് ഇവിടെ പുഷ്പലത്തെ സോങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കണം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാവാടിയൊക്കെ ഇട്ട് ഈ അരിയൊക്കെ കുണുക്കി കളിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മറ്റുള്ളവർ നോക്കണോ അങ്ങനെയുള്ളൊരു ചിന്തയൊന്നുമില്ല. ആൾ സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ. ഞാൻ പിള്ളേരെക്കാളും ഇതിൽ ഞാൻ വാശി പിടിച്ച് തുടങ്ങി കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഞാൻ ഒരു 5 മണിക്ക് ആയപ്പോൾ ഒരു ഇഡ്ഡലി കഴിച്ചതാണ്. അന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങണ്ടായിരുന്നില്ല. എങ്ങനെയും ചേട്ടനൊന്ന് എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ കുട്ടിമാമനാണ് കേട്ടത്. കുട്ടിമാമൻ്റെ കൂടെ റീലെടുക്കാൻ നിന്ന് അങ്ങനെ കുറേ ടേക്കിനൊക്കെ ശേഷം ഞങ്ങൾ സൂപ്പറായിട്ട് റീലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ റീൽ അതിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചെക്കനെയും പെണ്ണിൻ്റെയും കുറച്ച് പോസുകളൊക്കെ അങ്ങനെ കണ്ട് അവിടെ ഇരുന്നു. അതിന് ശേഷം
വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരു ഉറക്കത്തിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റു. ഇന്നലെ ഫ്ലൈറ്റിൽ വെച്ച് ഉറങ്ങാനൊന്നും പറ്റിയില്ല ആൾക്ക്. ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസം. പക്ഷെ എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായില്ല. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ പാർട്ടിക്ക് പോവാണേ. ഇതാണ് കേട്ടോ എൻ്റെ പാർട്ടിയുടെ ഡ്രസ്സ്, സ്കേർട്ടും ടോപ്പും ആയിരുന്നേ. ഇത് റെഡിമെയ്ഡ് എടുത്തതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ അടിപൊളി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഫോട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഈ ഫോട്ടോയും കൂടെ ഒന്ന് എടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ മുന്തിരി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുന്തിരി ജ്യൂസ് കുടിച്ചാൽ എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ മുന്തിരി കിട്ടണ വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ മുന്തിരി അടിച്ചപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് അങ്ങനെ മുന്തിരി ജ്യൂസും കുടിച്ചിട്ട് ചെക്കനെയും പെണ്ണിനെയും കാണാനായിട്ട് പോയി. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. കല്യാണപ്പെണ്ണിൻ്റെ ഡ്രസ്സ് സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണ്. എന്നിട്ട് കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടാണ്. തൊട്ടപ്പുറത്ത് പാരസ് നിൽക്കുന്നുണ്ടായിരുന്നു. പാരസിനെ കുറച്ചൊക്കെ ശുഭമായിട്ടാണ് എന്നെയും കൂടെ നിർത്തിയിട്ട്, അവളെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. ഒരു 6:30-7 മണി ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. ഇത് സലാഡുകളാണ് കേട്ടോ. പലതരത്തിലുള്ള സലാഡ്, പിന്നെ ഉപ്പിലിട്ടത്, പപ്പടം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാരസും കുഞ്ഞുനും ഞാനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഭക്ഷണം വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. വെള്ളയപ്പം, ഭട്ടൂര, പത്തിരി, പിന്നെ ചിക്കൻ, പോർക്ക്, പിന്നെ 2 തരം റൈസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടമായത് പോർക്കാണ്. കാരണം ചിക്കൻ നമ്മളെന്നും അങ്ങനെ എപ്പോഴും കഴിക്കണതല്ലേ. പക്ഷേ പോർക്ക് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വാങ്ങാറില്ല. അങ്ങനെ ആരും കഴിക്കാത്ത കാരണം ഞാൻ വെക്കണ അതേ ഒരു ടേസ്റ്റിൽ തന്നെയായിരുന്നു കേട്ടോ പോർക്ക്. ഏകദേശം ഒരു ഫ്രൈ പോലെ അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അത് ഞാൻ 2 വട്ടം വാങ്ങിച്ച് അത് കഴിച്ചു. അങ്ങനെ പാറൂസൊക്കെ ഇങ്ങനെ ചിക്കി പറക്കി ഇങ്ങനെ എല്ലാതും കൂടെ ഒരുമിച്ചാക്കി വെച്ച് അവളങ്ങനെ കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തേ. പിന്നെ ഇവരുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ ആരാന്ന്. അവർ ഒരു ഫോട്ടോ ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ കുറച്ച് സൂം ചെയ്തേ. അപ്പോൾ കാണാമല്ലേ, നല്ല ഭംഗിയുള്ള ഫോട്ടോ അല്ലേ. എൻ്റെ കല്യാണത്തിനല്ല എൻഗേജ്മെൻറ്റിനും എൻ്റെ ഫ്രണ്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ അന്നല്ല കേട്ടോ, പിന്നെ പിറ്റേ ദിവസം എനിക്കിങ്ങനെ ഗിഫ്റ്റ് തന്നേ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ലാമിനേറ്റ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഷോക്കേസിലുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലത്തെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ തിന്ന് നടന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അത് കണ്ടിരിക്കാനായിട്ട്. അവിടെയുള്ള കുഞ്ഞു കുട്ടികളൊക്കെ അങ്ങനെ സ്റ്റേജിൽ വന്ന് നിർത്തിയിട്ട് എല്ലാവരും നല്ല പാട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ തീരെ വാവയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഡാൻസ്. അവൾ പിന്നെയും സ്റ്റേജിൽ വന്ന് ഈ പാട്ട് കഴിഞ്ഞപ്പോൾ ഡാൻസും കഴിഞ്ഞ് അവളെ ഇറക്കാൻ നോക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് വീണ്ടും ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. ഒരു കണക്കിനാണ് അവൾ ആ സ്റ്റേജിൽ വന്ന് ഇറക്കിയത്. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറേ കല്യാണ ഫോട്ടോസൊക്കെ എടുക്കണ കണ്ട് അഭിനയം ഒക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഏകദേശം ഒരു 8 മണി വരെ ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടാണ് ഞങ്ങളെല്ലാവരും
ആകെ ടയേർഡായി. ഞങ്ങളിപ്പോൾ ഇതാ വീട്ടിലേക്ക് ഇനി പോകാൻ നോക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവരും കാണണേ. അപ്പോൾ ചാച്ചാ ബൈ ബൈ, സീ യു.